സേലം വാങ്ങിയാണല്ലോ, പച്ചയാണ്. ഒരു തോക്ക് നോക്കട്ടെ. അല്ല AK-47. ആ വണ്ടി വിടരുത്. അതിന്റെ ബ്രേക്ക് നമ്മുടെ ഇല്ലല്ലോ. അയ്യോ വണ്ടി പോയി. ഹലോ, വണ്ടി തിരിക്കാൻ ലോറി പിടിക്കണം. ആ ലോറി പിടിക്കാൻ ഈ ഓട്ടോറിക്ഷ പോയിട്ട് ഒരു കാര്യമില്ല. നമുക്ക് പോലീസ് സ്റ്റേഷൻ പോയി പറഞ്ഞാലോ? എന്നാ കേറ്. അപ്പൊ ഞാനും വാങ്ങിയോ? നീ സൈക്കിളോട്ട് നേരെ വീട്ടിലേക്ക് പോയി, ഞങ്ങൾ പോയിട്ട് വരാം. വണ്ടി വിടും. AK-47 ഉള്ളത് പറഞ്ഞാൽ ഞാനിത് നേരെ ചൊവ്വയെ കാണുന്നത് നല്ലപ്പോഴാ. അന്നേരമല്ലയോ ഓരോ അവന്മാര് ചക്കയ്ക്കത്തും മങ്ങയ്ക്കത്തും വെച്ച് ഒലത്തുന്നത്. നല്ല വെയിറ്റ് ഉണ്ടല്ലോ. എന്തായാലും താൻ പറഞ്ഞതുപോലെ ഇതിനകത്തെന്തോ ചുറ്റിക്കളി ഉണ്ടെന്നുള്ളത് ഉറപ്പാ. എന്റെ അറിവിൽ മിലിറ്ററി കഴിഞ്ഞാൽ ഈ റൈഫിൾ യഥേഷ്ടം ഉപയോഗിക്കുന്നത് ISI പിന്തുണയുള്ള തീവ്രവാദി ഗ്രൂപ്പുകളാണ്. ആ വഴിക്ക് ഒരു അന്വേഷണം നന്നായിരിക്കും. ആ വഴിക്ക് ചിന്തിച്ചാൽ സംഗതി കുലുമാല. വരട്ടെ, നമ്മളൊക്കെ ഇവിടെ കാക്കിയിട്ടുകൊണ്ടിരിക്കുന്നത് ശരിക്കാനല്ലോ. ആ വയ്ക്കോ അബൂക്കറെ, ഇവിടെ ഒപ്പിട്ടെ. പിന്നെ അബൂക്കറിന്റെ വീട് എവിടെയാ ശരിക്കും? തളിയൂര് ക്ഷേത്രത്തിനടുത്താ. ആഹാ, എന്തായാലും താൻ ചെയ്തത് വലിയൊരു കാര്യമാണ്. ഒരുമാതിരിപ്പെട്ടവരാണെങ്കിൽ ഇങ്ങനെ വല്ലതും കിട്ടിയാൽ വല്ല ആക്രിക്കടയിലും കൊടുത്ത് കാശ് മേടിക്കും. പക്ഷെ താനൊരു പട്ടാളക്കാരനായതുകൊണ്ട് കാര്യത്തിന്റെ ഗൗരവം മനസ്സിലാക്കി. എനിവേ, താങ്ക് യു സുബേദാർ. ഇത് ഞാൻ അങ്ങനെ വെറുതെ വിടില്ല. SP കറിയാച്ചൻ അതിരെ കയറി കളിച്ചവനെ മണിക്കൂർ വെച്ച് ഞാൻ പൊക്കിയിരിക്കും. താങ്ക് യു സർ. SP അബുനങ്ങ് പിടിച്ചെന്ന് തോന്നുന്നു. എനിക്കാരും വലിയ സന്തോഷത്തില്ല. കൊണ്ടുപോയി കൊടുത്തത് കൊച്ചു കാര്യമൊന്നും അല്ലല്ലോ. എനിക്ക് തോന്നുന്നത് ഇതൊരു റാക്കറ്റിന്റെ ആയുധക്കടത്തുമായി ബന്ധപ്പെട്ട സംഭവമാണ്. അത് തെളിയിച്ച പേര് SP തന്നെ. ഇത് ആ ലോറി തന്നെ. അതെ, നമുക്ക് വണ്ടി കസ്റ്റഡി എടുപ്പിക്കാം. വാ. എനിക്കൊന്നും കേൾക്കണ്ട. സാധനം സുരക്ഷിതമായി എത്തിക്കേണ്ടത് നിന്റെ ഉത്തരവാദിത്വമാണോ? അതെ, പക്ഷെ എന്റെ കയ്യിൽ നിന്ന് അങ്ങനെ തെറ്റുപറ്റില്ലെന്ന് സാറിനറിയാലോ. എടാ, ഇപ്പൊ പറ്റിയില്ലേ? ഇത് മച്ചാങ്കളിയൊന്നുമല്ല. ഒരു പിഴവ് പറ്റിയ പിന്നെ തല കാണില്ല. ചുമ്മാ ഒന്നും അല്ലല്ലോ, ലക്ഷക്കണക്കിന് രൂപ വാങ്ങി ഞണ്ണിട്ടല്ലേ. ഇതിപ്പോ ഭാഗ്യം കൊണ്ട് ആ പട്ടാളക്കാരന്റെ കൈ കിട്ടി. അവൻ എന്റെ കൈ കൊണ്ട് തരികയും ചെയ്യും. അവനൊരു മൊണ്ണ. ഇല്ലെങ്കിലോ എന്റെ പാറമാതാവേ, നിന്റെ കൃപ ഇല്ലെങ്കി ഇപ്പൊ അനുഭവിച്ചേനെ. അല്ല, അബൂബക്കർ പോയില്ലായിരുന്നു? പോയില്ല. അതുകൊണ്ട് SP സാറിന്റെ തനിനിറം കാണാൻ പറ്റില്ല. അതെന്താണോ അങ്ങനെ? SP കറിയാച്ചന്റെ അതിരെ കയറിയ വണ്ടി മണിക്കൂറുകൾക്കകം പൊക്കുമെന്നല്ലേ സാറ് പറഞ്ഞത്? പൊക്ക് ദാ നിൽക്കുന്നു കൺമുമ്പില്. പുറത്ത് സാറിന്റെ മൂക്കിന് താഴെ കിടപ്പുണ്ട് തോക്ക് കിടത്തിയ കള്ളവണ്ടി. അതും പൊക്ക്. എന്താ പൊങ്ങുന്നില്ലേ? ഇട്ടിരിക്കുന്ന യൂണിഫോമിനെയും പിറന്ന നാടിനെ ഒറ്റിക്കൊടുത്ത് കിട്ടുന്ന ശമ്പളം കൊണ്ട് താൻ ഇനി അധികാലം സദ്യ ഉണ്ണുകലന്റെ കറിയാച്ച. ഇത് പറയുന്ന അബൂബക്കറാ, സുബേദാർ അബൂബക്കർ. പിറന്ന നാടിന് വേണ്ടി മഞ്ഞും മഴയും അറിയാതെ രാവും പകലും ഇല്ലാതെ അതിർത്തിയിൽ കാവൽ നിന്ന ഒരു പട്ടാളക്കാരനാ ഞാൻ. ഞാനാ പറയുന്നേ. നിർത്തണം. നീ പെട്ടിമണിക്ക പട്ടാളമാണെങ്കിലേ ഞാൻ കടത്തി നിൽക്കുന്ന പോലീസാ. പിന്നെ 1.5 ചക്രത്തിന്റെ കാക്കിയുടെ പുറത്ത് കാല് നക്കിയും കൂട്ടിക്കൊടുത്തു എരന്ന് വാങ്ങി IPS ഒട്ടിച്ചു വെച്ച ഏത് എംബോക്കിക്കും SP ആകാം. പക്ഷേ ആത്മാഭിമാനമുള്ളൊരു പോലീസുകാരനാകണമെങ്കില്, നട്ടലുള്ള ആണൊരുത്തനാകണമെങ്കില് നല്ല തന്തയ്ക്ക് ജനിക്കണം. ജനിച്ചു നന്നാവണം. അപ്പരപ്പൂപ്പന്മാരെ സുഹൃതം ചെയ്യണം. അയ്യോ, അതൊന്നും തന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ ഇവനെ ഞാൻ വെറുതെ വിടുകയില്ല. സത്യം പറ, ആ ലോറി മുഴുവൻ തോക്കുകളല്ലായിരുന്നു. ഇതെവിടെന്നാ തനിക്ക് കിട്ടിയത്? സേലം മാങ്ങയ്ക്കകത്ത് എങ്ങനെ വന്നു AK-47? കയ്യങ്ങനെ കാണിക്കണോ?